നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ആവേശാരവങ്ങളിൽ ആറാടി ചീരംകുളം താലപ്പൊലി ആഘോഷം. ദേവസ്വം ഉൾപ്പെടെ 26 കമ്മിറ്റികളിൽ നിന്നായി കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരുന്നത് 50ഓളം ഗജവീരന്മാർ. പൂരാഘോഷം CCTV പ്രാദേശികം ചാനലിലൂടെ തത്സമയം പ്രേക്ഷകരിലേക്ക്. പെരുമ്പാവൂർ അൻസാർ കോളേജിൽ നടന്നുവരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡീസോൺ കലോത്സവം കൊടിയിറക്കത്തിലേക്ക്. കിരീടപ്പൂരിൽ തൃശൂർ സെന്റ് തോമസും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരം. 71 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ സെന്റ് തോമസിന് 182 ക്രൈസ്റ്റിന് 174 പോയിന്റുകൾ. കലാമേളത്തിന് നാളെ പരിസമാപ്തി. കുന്നംകുളം നഗരത്തിലെ മെഡിക്കൽ ഹോൾസെയിൽ വ്യാപാര സ്ഥാപനത്തിൽ ശനിയാഴ്ച രാത്രിയിലുണ്ടായ വൻ തീപിടുത്തത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ CMS സ്കൂളിന് എതിർവശത്തുള്ള MC അവന്യൂവിലെ മെഡിക്കൽ ഹോൾസെയിൽ സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് അഗ്നിബാധയ്ക്ക് കാരണമെന്ന് നിഗമനം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനും വിവാഹത്തിനും അഭൂതപൂർവമായ ഭക്തജന തിരക്ക്. മകരമാസത്തിലെ അവസാന ഞായറാഴ്ചയായതിനാലാണ് വിവാഹ തിരക്ക് വർദ്ധിച്ചത്. ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസ് ക്ഷേത്രത്തിൽ ദർശനം നടത്തി. എരനല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിന്റെ ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷം ഭക്തി നിർഭരം. ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കൊന്തമാതാവിന്റെയും വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായിട്ടാണ് ആഘോഷിച്ചത്. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനും വിവാഹത്തിനും അഭൂതപൂർവമായ ഭക്തജന തിരക്ക്. 261 വിവാഹങ്ങളാണ് ഇന്നത്തേക്ക് ഷീട്ടാക്കിയിരുന്നത്. രാവിലെ 11 മണിയോടെ 200 വിവാഹങ്ങൾ നടന്നു. മകരമാസത്തിലെ അവസാന ഞായറാഴ്ചയായതിനാലാണ് വിവാഹ തിരക്ക് വർദ്ധിച്ചത്. തിരക്ക് കണക്കിലെടുത്ത് പ്രത്യേക ക്രമീകരണങ്ങളാണ് ദേവസ്വം ഒരുക്കിയിരുന്നത്. പുലർച്ചെ 4 മണി മുതൽ കല്യാണങ്ങൾ ആരംഭിച്ചു. താലികെട്ടിനായി 5 മണ്ഡപങ്ങൾ സജ്ജമാക്കിയിരുന്നു. കിഴക്കേ നടയിൽ ഒരു ദിശയിലേക്ക് മാത്രം ഭക്തരെ കടത്തിവിട്ട് തിരക്ക് നിയന്ത്രിച്ചു. ഒരേ സമയം 250 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയത്. ഇതിനായി തെക്കേ നടയിൽ പട്ടർക്കുളത്തിനും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിനും ഇടയിലായി 2 കൗണ്ടറുകൾ നിർമ്മിച്ചിരുന്നു. ക്ഷേത്രത്തിനകത്തും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ക്ഷേത്രത്തിൽ പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം എന്നിവ അനുവദിച്ചില്ല. നഗരത്തിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. ഇന്നർ ഔട്ടർ റിംഗ് റോഡുകളിൽ വൺ വേ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരുന്നത്. പെരുമ്പാവൂർ അൻസാർ കോളേജിൽ നടന്നുവരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡീസോൺ കലോത്സവത്തിൽ തൃശൂർ സെന്റ് തോമസ് കോളേജ് കിരീടപ്പൂരിൽ മുന്നിൽ. 71 ഇനങ്ങളിലെ ഫലം വന്നപ്പോൾ 182 പോയിന്റുമായിട്ടാണ് സെന്റ് തോമസിന്റെ മുന്നേറ്റം. കഴിഞ്ഞ തവണ ജേതാക്കളായിരുന്ന ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് 174 പോയിന്റുമായി തൊട്ടുപിന്നിലുണ്ട്. ഇരിങ്ങാലക്കുടയിലെ സെന്റ് ജോസഫ് കോളേജ് 80 പോയിന്റുമായി 3-ാം സ്ഥാനത്തുണ്ട്. ഇന്ന് നാടോടി നൃത്തം, തിരുവാതിര, മോഹിനിയാട്ടം, കേരള നടനം, മാപ്പിളപ്പാട്ട്, തുകൽവാദ്യങ്ങൾ എന്നീ ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു. കലോത്സവം നാളെ സമാപിക്കും. കുന്നംകുളം നഗരത്തിലെ മെഡിക്കൽ ഹോൾസെയിൽ വ്യാപാര സ്ഥാപനത്തിൽ ശനിയാഴ്ച രാത്രിയിലുണ്ടായ വൻ തീപിടുത്തത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ CMS സ്കൂളിന് എതിർവശത്തുള്ള MC അവന്യൂവിലെ മെഡിക്കൽ ഹോൾസെയിൽ ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. നേരത്തെ AP മെഡിക്കൽസിന്റെ കീഴിലുണ്ടായിരുന്ന 2 നില മെഡിക്കൽ ഗോഡൌണാണ് അഗ്നിക്കിരയായത്. ഇപ്പോൾ മീഗായൽ മെഡികെയർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് സ്ഥാപനം നടത്തിവരുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് പറയുന്നു. ഉള്ളിലുണ്ടായിരുന്ന മുഴുവൻ മരുന്ന് ഉൽപ്പന്നങ്ങളും ഗോഡൌണും പൂർണ്ണമായും അഗ്നിക്കിരയായി. കടയ്ക്കുള്ളിൽ നിന്ന് പുകയുയരുന്നത് കണ്ട പരിസരവാസികളാണ് വിവരം ഫയർഫോഴ്സിനെ അറിയിച്ചത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കണക്കാക്കുന്നു. റെസിഡൻഷ്യൽ ഏരിയ ആയതിനാൽ വലിയ ജാഗ്രതയോടെയായിരുന്നു രക്ഷാപ്രവർത്തനം. ഗോഡൌണിന്റെ പുറത്തേക്ക് വ്യാപിക്കും മുൻപ് തീ നിയന്ത്രണ വിധേയമാക്കിയതിനാൽ മറ്റനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിവരമറിഞ്ഞ് കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഇടിയഞ്ചിറ റെഗുലേറ്റർ നിർമ്മാണം മാർച്ച് പകുതിയോടെ പൂർത്തിയാകുമെന്ന് മുരളി പെരുന്നെല്ലി MLA. നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ സിവിൽ പ്രവൃത്തിക്ക് 2.42 കോടിയും മെക്കാനിക്കൽ പ്രവൃത്തിക്ക് 2.62 കോടി രൂപയും വകയിരുത്തിയാണ്
പ്രവൃത്തി പുരോഗമിക്കുന്നത്. നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കെ കഴിഞ്ഞ വർഷമുണ്ടായ ശക്തമായ വേലിയേറ്റത്തെ തുടർന്ന് പടിഞ്ഞാറ് ഭാഗത്തെ ബണ്ട് തകർന്ന് നിർമ്മാണ പ്രവൃത്തി പൂർണ്ണമായി നിലയ്ക്കുകയായിരുന്നു. 32 ഷട്ടറുകളുള്ള റെഗുലേറ്ററിൽ ഷട്ടറുകൾ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി പകുതിയോളം മോട്ടോറുകൾ ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള മോട്ടോറുകൾ അടുത്ത ദിവസങ്ങളിൽ സ്ഥാപിക്കും. നിർമ്മാണം പൂർത്തിയായാൽ കാർഷിക മേഖലയ്ക്കും ഇടിയഞ്ചിറ റെഗുലേറ്റർ ഏറെ ഗുണപ്രദമാകുമെന്ന ആശ്വാസത്തിലാണ് കർഷകർ. നിർമ്മാണ അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സിവിൽ വർക്കിന് വേണ്ടി 2.42 കോടി രൂപയും അതുപോലെ മെക്കാനിക്കൽ വർക്കിന് വേണ്ടി 2.62 കോടി രൂപയും സർക്കാർ അനുവദിച്ച് അതതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. കാലവർഷം ശക്തിപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായതോടുകൂടി നിർമ്മാണ പ്രവർത്തനം ഇടയ്ക്കൊന്ന് സ്തംഭിച്ചു പോകേണ്ട ഗതികേടുണ്ടായി. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ താൽക്കാലിക ഫണ്ട് അത് ഒട്ടിച്ചു കളഞ്ഞ് വെള്ളം ഒഴുക്കിക്കളയേണ്ട അവസ്ഥ വന്നു. അതും മറികടന്ന് വീണ്ടും ഇപ്പോൾ പണി ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം അവസാന ഘട്ടത്തിൽ ഏകദേശം മാർച്ച് 15 പണി പൂർത്തീകരിക്കുമെന്നാണ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ പറയുന്നത്. ഇവിടെ ഇപ്പോൾ എല്ലാ വർക്കുകളും കഴിഞ്ഞു. ക്ലീനിങ് വർക്കുകളാണ് നടക്കുന്നത്. ആ ക്ലീനിങ് വർക്ക് കഴിഞ്ഞാൽ ഇത് സൈറ്റ് മറ്റേ മെക്കാനിക്കൽ വിഭാഗത്തിന് കൈമാറും. കാരണം ഷട്ടർ. ആവേശത്തിന്റെ ആരവങ്ങളുമായി ചീരംകുളം പുരാഘോഷം. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 50 ഗജവീരന്മാർ അണിനിരക്കുന്നു. ഇന്നലെ നടന്ന വേലപൂരം ആവേശകരമായി. ശനിയാഴ്ച വൈകിട്ട് 5 വേല ഉത്സവത്തിന് തുടക്കമായത്. 3 വഴിപാട് വേലകൾ ഉൾപ്പെടെ 17 സംഘങ്ങളുടെ വേലകളാണ് ക്ഷേത്ര മൈതാനിയിലെത്തിയത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തെയ്യം, തിറ, പൂതൻ, കരിങ്കാളി, കാള തുടങ്ങിയ വരവുകൾ ഗ്രാമവീഥികളെ ആഘോഷ നിറവിലാക്കി. വേലകൾ സമാപിച്ച ശേഷം വൈകിട്ട് 7:30 ഉത്സവ് ചീരംകുളം കമ്മിറ്റിയുടെ ഉറവ് നാടൻപാട്ട് അവതരണം ഉണ്ടായി. പുരാഘോഷ ദിവസമായ ഇന്ന് പുലർച്ചെ മുതലയ്ക്ക് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. എഴുത്തുപുരയ്ക്കൽ ഗംഗാപ്രസാദ് ദേവിയുടെ തിടമ്പേറ്റി. തുടർന്ന് വിവിധ ആഘോഷ കമ്മിറ്റിയിലെ എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ കേരളത്തിലെ തലയെടുപ്പുള്ള 50 ഗജവീരന്മാർ അണിനിരക്കുന്നു. മേളപ്രമാണി വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ പ്രമാണത്തിൽ 70-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ടിമേളം കൂട്ടിയെഴുന്നള്ളിപ്പിന് അകമ്പടിയാകും. ചീരംകുളം പൂരം CCTV പ്രാദേശിക ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ചീരംകുളം വേലയോടനുബന്ധിച്ച് ഇന്നലെ നടന്ന ഗാനമേളയ്ക്കിടെ പോലീസ് വാഹനത്തിന്റെ ചില്ല് തകർത്ത യുവാവ് പിടിയിൽ. ആർത്താറ്റ് സ്വദേശിയും നിലവിൽ ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസക്കാരനുമായ ഒല്ലക്കാട്ട് വീട്ടിൽ 24 വയസ്സുള്ള അദീബിനെയാണ് കുന്നംകുളം പോലീസ് പിടികൂടിയത്. ശനിയാഴ്ച രാത്രി 9:30 സംഭവം. വേലയുടെ ഭാഗമായി നടന്ന ഗാനമേളയ്ക്കിടെ ലഹരിക്ക് അടിമപ്പെട്ട പ്രതി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് വാഹനത്തിന്റെ ചില്ല് തകർക്കുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ഇയാളെ കീഴ്പ്പെടുത്തി പ്രതിയെ സ്റ്റേഷനിലെത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. പൊതുമുതൽ നശിപ്പിച്ചതിനും ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും ഇയാൾക്കെതിരെ കേസെടുത്തു. എരനല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിന്റെ ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷം ഭക്തി നിർഭരം. ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കൊന്തമാതാവിന്റെയും വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായിട്ടാണ് ആഘോഷിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 ഫാത്തിമ മാതാവിന്റെ കപ്പേളയിൽ പ്രസുതേന്തി വാഴ്ചയും തുടർന്ന് ദേവാലയത്തിലേക്ക് പ്രദക്ഷിണവും ദേവാലയത്തിൽ ഫാദർ ലിജോ പുറത്തൂർ കാർമ്മികനായി ദിവ്യബലിയും വൈകിട്ട് 7 മണിക്ക് വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നടന്നു. ശനിയാഴ്ച രാവിലെ 6:30 ദിവ്യബലിയും തുടർന്ന് കുടുംബ യൂണിറ്റുകളിലേക്കുള്ള അമ്പ്, കിരീടം എന്നിവയുടെ ആശീർവാദവും ഉണ്ടായി. രാത്രി 10 മണിക്ക് കുടുംബ കൂട്ടായ്മയിൽ നിന്നുള്ള അമ്പ്, കിരീടം എന്നിവയുടെ എഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിച്ചു. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് ദിവ്യബലിയും 10:30 ഫാദർ ലിൻഡോ കോനിക്കര മുഖ്യ കാർമ്മികനായി ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയും നടന്നു. ഫാദർ മാത്തു തുണ്ടത്തിൽ തിരുനാൾ സന്ദേശം നൽകി. ഉച്ചതിരിഞ്ഞ് 4:30 ഇടവകാംഗമായ ഫാദർ ബേബി ഷെപ്പേഡ് കാർമ്മികനായുള്ള ദിവ്യബലിക്ക് ശേഷം ഭക്തിനിർഭരമായ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. വൈകിട്ട് 7 മണിക്ക് ഫാൻസി വെടിക്കെട്ട്, ബാൻഡ് വാദ്യം എന്നിവയും അരങ്ങേറും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ആൻഡോ കാഞ്ഞിരത്തിങ്കൽ, കൈക്കാരന്മാരായ സൈമൺ കാക്കശ്ശേരി, ആന്റണി പുറത്തൂർ, ജനറൽ കൺവീനർ ഡൊമിനിക് ഫ്രാൻസിസ് അറക്കൽ എന്നിവർ നേതൃത്വം നൽകും. തിരുനാൾ ചാനൽ നമ്പർ 48 CCTV സിനിമ ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്.
ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാവിലെ 9 മണിയോടെയാണ് അദ്ദേഹം ഗുരുവായൂരിൽ എത്തിയത്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെ 9:30-ക്ക് ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി. പ്രസാദം സ്വീകരിച്ച് 10 മണിയോടെ തിരിച്ച് ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ എത്തി. ലോകമെമ്പാടുമുള്ള സുറിയാനി വിശ്വാസികൾ ആനീദെ ഞായർ ആചരിച്ചു. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ വികാരി ഫാദർ സജയ് ജോസും ശുശ്രൂഷകരും വിശ്വാസികളും ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു. പ്രത്യേക പ്രാർത്ഥനയും ധൂപാർപ്പണവും നടത്തി. മരിച്ചുപോയവരുടെ ഓർമ്മയിലാണ് വലിയ നോമ്പിന് മുൻപുള്ള ഞായറാഴ്ച ആനീദെ ആചരിച്ചു വരുന്നത്. ഈ വർഷം ഫെബ്രുവരി 16-നാണ് വലിയ നോമ്പ് ആരംഭിക്കുന്നത്. മരണകവാടം വഴി കടന്ന് വാങ്ങിപ്പോയവരെ ജീവനോടിരിക്കുന്നവർ അനുഗമിക്കുകയും മഹത്വപ്രത്യക്ഷതയിൽ ദൈവസന്നിധിയിൽ ഇവരെ മുഖാമുഖം കാണുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ രണ്ടാമത്തെ വരവ് സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്. നോമ്പ്, ഉപവാസം, പ്രാർത്ഥന എന്നിവ ഒത്തുചേരുന്ന ജീവിതശൈലി പിന്തുടരുന്ന വലിയ നോമ്പ് യഥാർത്ഥത്തിൽ മരണാനന്തര ജീവിതത്തിന്റെ മുൻകുറിയും പ്രതീകവുമാണ്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് സകല വാങ്ങിപ്പോയവരെയും ഒപ്പം ഉറ്റവരും ഉടയവരുമില്ലാതെ കടന്നുപോയ സകലരെയും പൊതുവായി സ്മരിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസം കൂടിയാണ് ആനീദെ ഞായർ. ഹൈക്കോടതി ഉത്തരവ് നടപ്പിലായി ചാലിശ്ശേരിയിൽ യാക്കോബായ വിശ്വാസികൾ പൂർവികരുടെ കല്ലറകളിൽ പ്രാർത്ഥന നടത്തി. സഭാതർക്കം തുടരുന്ന ചാലിശ്ശേരിയിൽ യാക്കോബായ വിശ്വാസികൾ മാതൃദേവാലയത്തിലെ സെമിത്തേരിയിൽ പ്രവേശിച്ച് പൂർവികരുടെ കല്ലറകളിൽ ഞായറാഴ്ച പ്രാർത്ഥന നടത്തി. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഭൂരിപക്ഷം വരുന്ന യാക്കോബായ വിശ്വാസികൾക്ക് സെമിത്തേരിയിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകിയിരുന്നു. സകല മരിച്ചുപോയ വിശ്വാസികളുടെ ഓർമ്മ പുതുക്കുന്ന ദിനമായ ആനീദെ ഞായറാഴ്ച കല്ലറകളിൽ പ്രാർത്ഥിക്കാനുള്ള അനുമതി തേടി യാക്കോബായ വിഭാഗം സമർപ്പിച്ച ഹർജി പരിഗണിച്ച കോടതി ഞായറാഴ്ച സെമിത്തേരിയിൽ പ്രവേശിച്ച് പ്രാർത്ഥന നടത്താനും കല്ലറകൾ വൃത്തിയാക്കാനും സംരക്ഷിക്കാനും പരിപാലിക്കാനും അനുമതി നൽകുന്ന വിധി പ്രസ്താവിക്കുകയായിരുന്നു. ഞായറാഴ്ച രാവിലെ പള്ളിയിൽ ഇടവകാംഗം വന്ധ്യ ജേക്കബ് കോറെപ്പിസ്കോപ്പ കുർബാന അർപ്പിച്ചു. വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ സഹകാർമ്മികനായി. തുടർന്ന് പള്ളിയിൽ പ്രതീകാത്മക ഖബറിങ്കൽ മരിച്ചവരെ അനുസ്മരിച്ച് വൈദികർ പ്രത്യേക പ്രാർത്ഥന നടത്തി. തുടർന്ന് ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിൽ വിശ്വാസികൾ മാതൃദേവാലയത്തിന്റെ സെമിത്തേരിയിലെത്തി. മൺമറഞ്ഞുപോയ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ തുടങ്ങിയ പൂർവികരുടെ കല്ലറകളിൽ വാഴ്ത്തിയ വെള്ളം തെളിയിച്ച് വിശ്വാസികൾ പ്രാർത്ഥന നടത്തി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി 100 കണക്കിന് വിശ്വാസികൾ കല്ലറകളിൽ പ്രാർത്ഥനയ്ക്കായി എത്തിയിരുന്നു. സ്ഥലത്തെ ഡെപ്യൂട്ടി തഹസിൽദാറിന്റെ നേതൃത്വത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരും ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ ഓഫീസർ M. മഹേന്ദ്രൻ സിംഗിന്റെ നേതൃത്വത്തിൽ പോലീസ് സുരക്ഷയും ഒരുക്കി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ആനീദെ ഞായർ ആചരിച്ചു. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളിക്കകത്ത് പ്രത്യേകം തയ്യാറാക്കിയ പ്രതീകാത്മക ഖബറിൽ വന്ധ്യ ജേക്കബ് ചാലിശ്ശേരി കോറപ്പിസ്കോപ്പ, വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്ത് മണ്ണിൽ എന്നിവർ പ്രത്യേക പ്രാർത്ഥന നടത്തി. വലിയ നോമ്പിന്റെ ഭാഗമായുള്ള പെത്രോത്രോ ഞായറാഴ്ച മുൻപുള്ള ഞായറാഴ്ചയാണ് സഭ സകല മരിച്ചുപോയവരുടെയും ഓർമ്മ ദിനമായി ആനീദെ ഞായർ ആചരിക്കുന്നത്. വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. കൊട്ടക്കര ഗവൺമെന്റ് UP സ്കൂൾ 65-ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. സ്ക്രോട്ടോറിയത്തിൽ മഴവിൽ സന്ധ്യ എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ നിർവഹിച്ചു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫസീല അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സലീം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി, പഞ്ചായത്ത് അംഗം രേഷ്മ PR, സീനിയർ അധ്യാപിക പാർവതി, വിദ്യാർത്ഥി പ്രതിനിധി ധ്യാൻ അരുൺ, മുൻ പഞ്ചായത്ത് അംഗങ്ങളായ ഫസലുർ റഹ്മാൻ, നിർമ്മല എന്നിവർ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സ്റ്റാഫ് സെക്രട്ടറി ദീപ്തി ജോൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അധ്യാപകരായ വിദ്യ, ധന്യ, സബ്ന, സൽമ, സരിത എന്നിവർ നേതൃത്വം നൽകി. പ്രധാന അധ്യാപിക ജിഷ PV സ്വാഗതവും PTA പ്രസിഡന്റ് MA അഭിലാഷ് നന്ദിയും പറഞ്ഞു. പുന്നൂർകുളം ഗ്രാമപഞ്ചായത്തിൽ മാസങ്ങളായി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ സേവനമില്ലാത്തതിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങളടക്കമുള്ള സേവനങ്ങൾക്ക് പ്രതിസന്ധി. ബന്ധപ്പെട്ടവർ വേഗത്തിൽ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പുതിയ ഭരണസമിതി അധികാരമേറ്റെടുക്കും മുമ്പ് തന്നെ ഇവിടെയുണ്ടായിരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്ഥലം മാറിയിരുന്നു. ഒഴിവ് വന്ന തസ്തികയിൽ പിന്നീട് ആരെയും നിയമിച്ചില്ല. പകരം ഒരുമനയൂർ പഞ്ചായത്തിലെ AEക്ക് അധിക ചുമതല നൽകിയിട്ടുണ്ട്. ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് ഇവരുടെ സേവനം പുന്നയൂർകുളം പഞ്ചായത്തിൽ ലഭ്യമാകുന്നത്. ഇക്കാരണത്താൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ പൂർത്തിയാക്കാനും പൂർത്തിയായവ നിർവഹണത്തിനുള്ള എസ്റ്റിമേറ്റും പ്ലാനും പാസാക്കാനും ബില്ലുകൾ മാറാനും കാലതാമസം നേരിടുന്നു.
പഞ്ചായത്ത് ഭരണസമിതിക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ AEA നിയമിക്കാൻ കഴിയുമെങ്കിലും പദ്ധതി നിർവഹണം സാധ്യമല്ല. നിയമസഭാ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരും മുമ്പേ ഗ്രാമപഞ്ചായത്തിന്റെ വർക്കിംഗ് ഗ്രൂപ്പ് കൂടുകയും ഗ്രാമസഭകളും വികസന സമിതിയും ചേർന്ന് പദ്ധതി നിർവഹണത്തിനുള്ള എസ്റ്റിമേറ്റും പ്ലാനും തയ്യാറാക്കി സമർപ്പിക്കേണ്ടതുണ്ട്. അടിയന്തരമായി അസിസ്റ്റന്റ് എഞ്ചിനീയറെ നിയമിക്കണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെട്ടിട്ടും നടപടിയൊന്നുമില്ല. ഏവരെയും ചേർത്ത് പിടിക്കുന്ന ഉൾക്കൊള്ളലിന്റെ രാഷ്ട്രീയം പുലർത്തിയതാണ് KS നാരായണൻ നമ്പൂതിരിയെ സർവർക്കും പ്രിയങ്കരനാക്കിയതെന്ന് ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി K ജയശങ്കർ. 19 വർഷക്കാലം വടക്കാഞ്ചേരി നിയോജക മണ്ഡലം MLA ആയിരുന്ന KS നാരായണൻ നമ്പൂതിരിയുടെ 28ാം അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പെങ്ങാമുക്കിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ K ജയശങ്കർ. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. KN ശ്രീധരൻ നമ്പൂതിരിപ്പാട്, MS മണികണ്ഠൻ, ബിജു ജോബ്, സുനിൽ അരുവായ്, സോണി സക്കറിയ, CC മോഹനൻ മാസ്റ്റർ, MP രാജൻ, വിജയ ഗോപി എന്നിവർ സംസാരിച്ചു. കൊച്ചൈപ്പു സക്കറിയ, TK മുഹമ്മദ് കുട്ടി, VV റെജി, സുബ്രു ഐനൂർ, KV മണികണ്ഠൻ, KK ഇക്ബാൽ, പ്രബി മൂലപ്പാട്, KN ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി SSC UP സ്കൂളിൽ നടന്ന ഗുരുവന്ദന മാതൃ സദസ്സ് മുൻ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഹൃദയസ്പർശിയായ ഓർമ്മകളുടെ സംഗമവേദിയായി മാറി. നാട്ടിലെ ഏറ്റവും പുരാതനമായ വിദ്യാലയത്തിന്റെ 115ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് ഗുരുവന്ദന സദസ്സ് സംഘടിപ്പിച്ചത്. വർഷങ്ങൾ കഴിഞ്ഞാലും ക്ലാസ് മുറികളിലെ കുട്ടികളുടെ ചിരിയും പാഠപുസ്തകങ്ങളുടെ മണവും മറക്കാനാകില്ലെന്ന് അധ്യാപകർ ഓർത്തെടുത്തു. കഴിഞ്ഞ 30 വർഷത്തിനിടെ സ്കൂളിൽ നിന്ന് വിരമിച്ച പൂർവ്വാധ്യാപകരെ പൊന്നാടയണിയിച്ച് ചടങ്ങിൽ ആദരിച്ചു. അധ്യാപക ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം പഠിപ്പിച്ച കുട്ടികൾ വലിയ സ്ഥാനങ്ങളിൽ എത്തുന്നത് കാണുന്നതാണെന്നും വർഷങ്ങൾക്കിപ്പുറം ടീച്ചർ ഓർക്കുന്നുണ്ടോ എന്ന ചോദ്യം തന്നെയാണ് ശമ്പളത്തേക്കാൾ ഏറ്റവും വലിയ പ്രതിഫലമെന്നും അവർ പറഞ്ഞു. അധ്യാപകരുടെ പഴയകാല അനുഭവങ്ങൾ പുതിയ തലമുറ ആവേശപൂർവ്വമാണ് കേട്ടത്. ആദര സദസ്സ് ജില്ലാ പഞ്ചായത്ത് അംഗം TK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭാ സെക്രട്ടറി ബിനോയ് P മാത്യു അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K പ്രസാദ് മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് PM റഹിയാനത്ത്, വൈസ് പ്രസിഡന്റ് K രജീന, MPTA പ്രസിഡന്റ് VV റൈഹാനത്ത്, വൈസ് പ്രസിഡന്റ് വിൽസി റോഷൻ, പ്രധാന അധ്യാപകൻ K മുഹമ്മദ് സൽമാൻ, സ്റ്റാഫ് സെക്രട്ടറി VK മിനി, സ്റ്റാഫ് പ്രതിനിധികളായ KK സുജ, OS പ്രഭിത എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിച്ചു. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെയും സംയുക്ത തിരുനാളാണ് ആഘോഷിച്ചത്. തിരുനാൾ കുർബാനയ്ക്ക് സെന്റ് മേരീസ് മൈനർ സെമിനാരി റക്ടർ ഫാദർ ജോയ് പുത്തൂർ മുഖ്യ കാർമ്മികനായി. ഫാദർ ജോമോൻ മുരിങ്ങത്തേരി തിരുനാൾ സന്ദേശം നൽകി. ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ബെന്നി ചിറ്റിലപ്പള്ളി SDV സഹകാർമ്മികനായി. വൈകിട്ട് ഭക്തിസാന്ദ്രമായ തിരുനാൾ പ്രദക്ഷിണമുണ്ടാകും. ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ, കൈക്കാരന്മാരായ KA ബേബി, ജോയ് ആന്റണി, MK ജോഷി, KA രാജു, തിരുനാൾ കൺവീനർ MK ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. തിറയും തെയ്യവും കരിങ്കാളിയും നിറഞ്ഞാടിയ ആൽത്തറ കുണ്ടനി ദണ്ഡൻ സ്വാമി ക്ഷേത്രത്തിലെ വേല മഹോത്സവം വർണ്ണാഭമായി. വേലമഹോത്സവത്തിന്റെ ഭാഗമായി മകരം 18 ഫെബ്രുവരി 1 പ്രത്യേക പൂജകൾക്ക് ശേഷം മേൽശാന്തി പ്രഭാകരൻ ആറ്റുപുറത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രം ചെയർമാൻ CK ഷൺമുഖൻ കൊടിയേറ്റം നിർവഹിച്ചു. അന്നേ ദിവസം രാത്രി 9:30 പരൂർ ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച നാട്ടുതാലം ക്ഷേത്രത്തിൽ സമാപിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കലാസന്ധ്യ, നാടൻപാട്ട്, ഗാനമേള തുടങ്ങിയവ ഉണ്ടായിരുന്നു. വേല ദിവസമായ ശനിയാഴ്ച രാവിലെ പറവെപ്പ്, പ്രസാദഊട്ട് എന്നിവ ഉണ്ടായി. വൈകിട്ട് 5 മണി മുതൽ വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 200ഓളം തിറകൾ, 100ഓളം കരിങ്കാളികൾ, തെയ്യം കാവടി തുടങ്ങിയവ ക്ഷേത്ര മൈതാനിയിൽ സംഗമിച്ചു. തുടർന്ന് വേലകയറ്റം നടന്നു. രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി പ്രഭാകരൻ ആറ്റുപുറം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാത്രി 9 ഐശ്വര്യ കലാസാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നവോദയയുടെ സുകുമാരി നാടകവും ഉണ്ടായി. ആഘോഷങ്ങൾക്ക് പ്രസിഡന്റ് KM പ്രകാശൻ, സെക്രട്ടറി MG സന്തോഷ്, ട്രഷറർ CV പ്രസാദ്, രക്ഷാധികാരികളായ TP ഉണ്ണി, KM നിർമ്മലൻ, കറുപ്പൻ, PK അർമുഖൻ, മാതൃസമിതി പ്രസിഡന്റ് സീന സുരേഷ്, സെക്രട്ടറി രജിത സത്യൻ, ട്രഷറർ പ്രേമ ബാലകൃഷ്ണൻ തുടങ്ങി ക്ഷേത്രം ഭാരവാഹികളും
മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. കേരള അസംഘടിത സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിലൂടെ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് നൽകി വരുന്ന ക്ഷേമ പദ്ധതിയിലെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ മലപ്പുറം ജില്ലാ കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ചങ്ങരംകുളം ഐസർ കോളേജ് ക്യാമ്പസിൽ നടന്ന ജില്ലാ സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി സുവീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഹമീദ് കോക്കൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് AC ഗീവർ ചാലിശ്ശേരി മുഖ്യാതിഥിയായി. ചടങ്ങിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ പോസ്റ്റർ പ്രകാശനവും നടന്നു. ജില്ലാ സെക്രട്ടറി പ്രേമദാസ് പിടവാനൂർ പ്രവർത്തന റിപ്പോർട്ടും യൂണിയൻ സ്ഥാപകൻ V. സെയ്ദ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ഷാഫി ചങ്ങരംകുളം, ശ്രീജിത്ത് എരുവപ്ര, ഷാജി എരമംഗലം, റാഷിദ് നെച്ചിക്കൽ, പ്രഗിലേഷ് ശോഭ, ജീന മണികണ്ഠൻ, PP സുനീറ, PV നൌഷിജ, അസ്ന എന്നിവർ സംസാരിച്ചു. കൺവെൻഷൻ 13-അംഗ ജില്ലാ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. പുതിയ ഭാരവാഹികൾക്ക് AC ഗീവർ ചാലിശ്ശേരി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജീന മണികണ്ഠൻ പ്രസിഡന്റായും PV സുനീറ സെക്രട്ടറിയായും PV നൌഷിജ ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. പുന്നൂർക്കുളം നയന ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നേത്ര പരിശോധനയും തിമിര നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. ന്യൂ LP സ്കൂളിൽ നടന്ന ക്യാമ്പ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് N. ദിലീപ് അധ്യക്ഷനായി. ഡോക്ടർ ജ്യോതി, AK പുഷ്പാകരൻ, MV പ്രേംരാജ, VK പ്രകാശൻ, PD പ്രജീഷ്, TS വിനയൻ, ഗിരീഷ്, സജിത, ശ്രുതി, അനിൽ, KV ജിതേഷ് കുമാർ, കോർഡിനേറ്റർ വൈശാഖ് എന്നിവർ പങ്കെടുത്തു. വായനശാല സെക്രട്ടറി P. പ്രദീപ് മാസ്റ്റർ സ്വാഗതവും TC സുരേഷ് നന്ദിയും പറഞ്ഞു. പ്രമുഖ പ്രവാസി സംഘടനയായ മാസ് ഷാർജ കെഫയുമായി ചേർന്ന് സംഘടിപ്പിച്ച VS അച്യുതാനന്ദൻ സ്മാരക ഫുട്ബോൾ ടൂർണമെന്റിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് പ്രോഗ്രസീവ് ചാവക്കാട്. അജ്മാൻ കോട്ടറോ സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ പോരാട്ടത്തിൽ UAE-യിലെ പ്രമുഖരായ 16 ടീമുകളാണ് അണിനിരന്നത്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും ജനനായകനുമായിരുന്ന VS-ന്റെ സ്മരണാർത്ഥം ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി സംഘടിപ്പിക്കപ്പെട്ട ടൂർണമെന്റ് എന്ന പ്രത്യേകതയും ഈ കായിക മാമാങ്കത്തിനുണ്ടായിരുന്നു. DYFI അഖിലേന്ത്യാ പ്രസിഡന്റും രാജ്യസഭാ MP-യുമായ AA റഹീം ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസ താരം IM വിജയൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ മുൻ MLA KV കുഞ്ഞിരാമൻ, അജ്മാൻ കോട്ടറോ സ്റ്റേഡിയം മാനേജർ ക്യാപ്റ്റൻ അബ്ദുൾ അസീസ്, ലോക കേരള സഭാംഗം TK അബ്ദുൾ ഹമീദ്, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീപ്രകാശ് തുടങ്ങിയവർ സംബന്ധിച്ചു. ടൂർണമെന്റിൽ ബിൻ മൂസാഡ് ഗ്രൂപ്പ് ടീം 1-ാം സ്ഥാനവും 2-ാം സ്ഥാനം യുണൈറ്റഡ് AEയും കരസ്ഥമാക്കി. കരുത്തരായ എതിരാളികളെ വീഴ്ത്തി ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രോഗ്രസീവ് ചാവക്കാട് 3-ാം സ്ഥാനം നേടി ഫുട്ബോൾ പ്രേമികളുടെ കയ്യടി നേടി. പ്രോഗ്രസീവിലെ അജ്സൽ ടോപ്പ് സ്കോററായി. AA റഹീം MP സമ്മാനദാനം നടത്തി. പ്രോഗ്രസീവ് സ്പോർട്സ് കൺവീനർ ആരിഫ്, മാനേജർ ശ്രീബി എന്നിവർ സംബന്ധിച്ചു. വടക്കേക്കാട് ICS സ്കൂളിൽ LP മോണ്ടിസോറി വിദ്യാർത്ഥികൾക്കായുള്ള മിനി പാർക്ക് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു അധ്യക്ഷയായി. ICS സീനിയർ വൈസ് പ്രസിഡന്റ് RV അബ്ദുൾ മജീദ്, സെക്രട്ടറി OM മുഹമ്മദ് അലി ഹാജി, പ്രസിഡന്റ് കുഞ്ഞുമോൻ ഹാജി, പ്രിൻസിപ്പൽ അബ്ദുൾ ഗഫൂർ, വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് യൂനസ്, ജൂനിയർ പ്രിൻസിപ്പൽ ഡാലിയ നബീൽ എന്നിവർ സംസാരിച്ചു. കുണ്ടഴിയൂർ GMUP സ്കൂളിൽ വാർഷികാഘോഷവും അധ്യാപക രക്ഷാദിനവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് അധ്യക്ഷയായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമന്റ് ഫ്രാൻസിസ് മുഖ്യാതിഥിയായി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീഷ്മ ബാബുരാജ്, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ റിനിത കബീർ, ക്ഷേമകാര്യം സ്ഥിരം സമിതി ചെയർമാൻ മണികണ്ഠൻ മഞ്ചറമ്പത്ത് എന്നിവർ അവാർഡ് ദാനം നിർവഹിച്ചു. മുല്ലശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ ചാക്കോ എൻഡോമെന്റ് വിതരണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ ശോഭന മുരളി, സലീർ കാര്യാട്ട്, NK വിമല, AH ഫൈസൽ, PTA പ്രസിഡന്റ് തസ്നി ഷാഫി, വൈസ് പ്രസിഡന്റ് MK ഹബീബ്, അധ്യാപകരായ AM ഷീജ, CL ജൂലിയറ്റ്, SSG കൺവീനർ അഫ്സൽ പാടൂർ, SMC ചെയർമാൻ RH ഹാരിസ്, RP റഷീദ്, BPC സംഗീത ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. 27 വർഷത്തെ സുദീർഘമായ സേവനത്തിനു ശേഷം വിരമിക്കുന്ന വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകൻ CV സുഭാഷ് മാസ്റ്റർക്ക് ചടങ്ങിൽ യാത്രയപ്പ് നൽകി. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. പെരുമ്പടപ്പ് പഞ്ചായത്തിലെ അയിരൂർ പ്രദേശത്ത് പന്നിക്കൂട്ടം സൃഷ്ടിക്കുന്ന ഭീഷണി നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രദേശത്തെ വീടുകളോടും കൃഷിയിടങ്ങളോടും ചേർന്നാണ് പന്നിക്കൂട്ടം സഞ്ചരിക്കുന്നത്. പുലർച്ചെയും വൈകുന്നേര സമയങ്ങളിലുമാണ് പന്നികളുടെ സാന്നിധ്യം കൂടുതലായി അനുഭവപ്പെടുന്നത്.
ഇവ കൃഷി നശിപ്പിക്കുന്നതോടൊപ്പം തന്നെ യാത്രക്കാരുടെയും സ്കൂൾ കുട്ടികളുടെയും സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നിരവധി തവണ പന്നികൾ റോഡിലേക്ക് കയറിയതോടെ അപകട സാധ്യത വർദ്ധിച്ചു. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെയും വനംവകുപ്പിനെയും വിവരം അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും കാര്യക്ഷമമായ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് പരാതി. പന്നിക്കൂട്ടത്തെ പിടികൂടി പ്രദേശം സുരക്ഷിതമാക്കുവാൻ അധികൃതർ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ അപേക്ഷ. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് മരത്തങ്കോട് വഴിയമ്പലം കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് നിർവഹിച്ചു. 16-ാം വാർഡ് മെമ്പർ മിനി അനിൽകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സുഗിജ സുമേഷ്, PA ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗം വിഷയകുമാർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഡോക്ടർ ജോൺസൺ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗം അബ്ദുൾ റഹീം സ്വാഗതവും ഗുണഭോക്തൃ സമിതി അംഗം ഫ്രാൻസിസ് കൊള്ളന്നൂർ നന്ദിയും പറഞ്ഞു. പ്രദേശത്ത് രൂക്ഷമായിരുന്ന കുടിവെള്ള പ്രശ്നത്തിനാണ് പദ്ധതിയിലൂടെ പരിഹാരമാകുന്നത്. തൃത്താല ദേശത്താലപ്പൊലിയുടെ ഭാഗമായി അമ്പലവട്ടം രുദ്രാക്ഷം പുരാഘോഷ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരവും തിങ്കളാഴ്ച വൈകിട്ട് 7 മുതൽ നടക്കും. തൃത്താല ശിവക്ഷേത്രത്തിന് മുന്നിൽ ഒരുക്കിയ വേദിയിലാണ് റഗാസ ഫോക്ക് ബാൻഡ് അവതരിപ്പിക്കുന്ന പരിപാടി നടക്കുക. ഫെബ്രുവരി 12-ന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ ചാവക്കാട് മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. മുത്തൂട്ട് റെഡ് ഹൌസിൽ ചേർന്ന കൺവെൻഷൻ CATU ഏരിയ പ്രസിഡന്റ് KM അലി ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ സെക്രട്ടറി PS അശോകൻ അധ്യക്ഷനായി. CATU മുനിസിപ്പൽ കോർഡിനേഷൻ കൺവീനർ KC സുനിൽ, കർഷക സംഘം മേഖലാ പ്രസിഡന്റ് KR മോഹനൻ, കർഷക തൊഴിലാളി യൂണിയൻ മേഖലാ പ്രസിഡന്റ് CG സതീശൻ, MM സുമേഷ്, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മേഖലാ സെക്രട്ടറി MP രാജലക്ഷ്മി എന്നിവർ സംസാരിച്ചു. യുവജന വിരുദ്ധ കേരള വിരുദ്ധ യൂണിയൻ ബജറ്റിനെതിരെ DYFI കാട്ടകമ്പാൽ മേഖലാ കമ്മിറ്റി ചിറക്കൽ സെന്ററിൽ കേന്ദ്ര ബജറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധ യോഗം മേഖലാ ട്രഷറർ അനുമോൻ C തമ്പി ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് സെക്രട്ടറി അനേക് MV അധ്യക്ഷനായി. കമ്മിറ്റി അംഗങ്ങളായ ഷമീർ KK സ്വാഗതവും അഭിരാജ് KA നന്ദിയും പറഞ്ഞു. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന അണ്ടർ-20 ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കാനായി പെരുമ്പിലാവിലെ അൻസാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ +2 വിദ്യാർത്ഥിയും ഒറ്റപ്പിലാവ് അറക്കൽ വീട്ടിൽ കമറുദ്ദീൻ ഷമീറ ദമ്പതികളുടെ മകനുമായ മിസ്ബഹുൽ ഹക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച പ്രകടനത്തിലൂടെയാണ് മിസ്ബഹുൽ ഹക്ക് ജില്ലാ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ്, പ്രിൻസിപ്പൽ ഷൈനി ഹംസ ഉൾപ്പെടെ മാനേജ്മെന്റും അധ്യാപകരും സഹപാഠികളും മിസ്ബഹുൽ ഹക്കിനെ അഭിനന്ദിച്ചു. ചർമ്മം ഗുരുവായൂർ മാവിൻ ചുവട് തൈവളപ്പിൽ പുഷ്പാങ്കദൻ നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പ്രേമവിലാസിനി ഭാര്യയും ബോഷി, ജോഷി, ഘോഷ്, മിഷ എന്നിവർ മക്കളുമാണ്. കുന്നംകുളം ചൊവ്വന്നൂർ വിളക്കുന്തറ അമ്മാട്ട് കൊച്ചുണ്ണി നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:30-ക്ക് കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടന്നു. സരോജിനി ഭാര്യയും മനോജ്, മൈജ, ജലജ എന്നിവർ മക്കളുമാണ്. കുന്നംകുളം പട്ടാമ്പി റോഡിൽ ഫീൽഡ് നഗർ പരേതനായ മുണ്ടന്തറ ചക്കുണ്ണി മകൻ ശാന്തൻ നിര്യാതനായി. 58 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടന്നു. രാധഭാര്യയും അഭിജിത്ത്, അഞ്ജന എന്നിവർ മക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ആവേശ ആരവങ്ങളിൽ ആറാടി ചീരംകുളം താലപ്പൊലി ആഘോഷം. ദേവസ്വം ഉൾപ്പെടെ 26 കമ്മിറ്റികളിൽ നിന്നായി കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കുന്നത് 50ഓളം ഗജവീരന്മാർ. പുരാഘോഷം CCTV പ്രാദേശിക ചാനലിലൂടെ തത്സമയം പ്രേക്ഷകർക്ക് ആസ്വദിക്കാം. പെരുമ്പിലാവ് അൻസാർ കോളേജിൽ നടന്നുവരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവം കൊടിയിറക്കത്തിലേക്ക്. കിരീടപ്പൂരിൽ തൃശൂർ സെന്റ് തോമസും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരം. 71 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ സെന്റ് തോമസിന് 182 ക്രൈസ്റ്റിന് 174 പോയിന്റുകൾ. കലാമേളത്തിന് നാളെ പരിസമാപ്തിയാകും. കുന്നംകുളം നഗരത്തിലെ മെഡിക്കൽ ഹോൾസെയിൽ വ്യാപാര സ്ഥാപനത്തിൽ ശനിയാഴ്ച രാത്രിയിലുണ്ടായ വൻ തീപിടുത്തത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ CMS സ്കൂളിന് എതിർവശത്തുള്ള MC അവന്യൂവിലെ മെഡിക്കൽ ഹോൾസെയിൽ സ്ഥാപനത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് അഗ്നിബാധയ്ക്ക് കാരണമെന്ന് നിഗമനം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനും വിവാഹത്തിനും അഭൂതപൂർവമായ ഭക്തജന തിരക്ക്. മകരമാസത്തിലെ അവസാന ഞായറാഴ്ചയായതിനാലാണ് വിവാഹ തിരക്ക് വർദ്ധിച്ചത്. ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ക്ഷേത്രത്തിൽ ദർശനം നടത്തി.
എരനല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിന്റെ ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷം ഭക്തി നിർഭരം. ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കൊന്തമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായിട്ടാണ് ആഘോഷിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.